അപ്പോൾ എല്ലാവരും 2:30 ആയപ്പോൾ അവിടെ നിന്ന് ചെമ്പഴന്തി ഉദയൻ, പാറ്റൂർ രാധാകൃഷ്ണൻ, കരമനാജിത്ത്, MR ഗോവൻ ഉൾപ്പെടെ അവർ ഇവിടെ അയച്ചിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങി. 4 മണിയായപ്പോൾ മേയർ പങ്കെടുത്ത് ചർച്ച ചെയ്യേണ്ട 2 അജണ്ടകൾ മാറ്റി വെച്ചിട്ടുണ്ട്. മേയർ ഇവിടെ എത്തി അതിൽ പങ്കെടുത്തു. ഇതിലപ്പുറം വേഗതയില്ല ഏത് തരത്തിൽ. പിന്നെ രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ നിങ്ങളിവിടെ വന്നിട്ടുള്ളവരുണ്ടാവായിരുന്നു. ഇവിടെ ആ സമയത്ത് ചർച്ചകൾ പലതും നടക്കുകയാണ്, ജനങ്ങൾ വരികയാണ്. മേയറെ കാണാൻ വേണ്ടി വരുന്ന ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ലെന്ന് പറയാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് ഞാൻ സ്ഥലം എല്ലാം പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷനിൽ വരുന്നുണ്ട്. ചിലത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും വ്യക്തിപരമായിട്ടൊക്കെ, ചിലത് സാധിക്കുന്നതല്ല. അപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ഇവിടെ പ്രധാനപ്പെട്ട ആരെങ്കിലും അവധിയെടുത്തിട്ടുണ്ട്, ഈ ഓഫീസിൽ ഫംഗ്ഷൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന ഇതിലപ്പുറം എന്താണ് മനുഷ്യസാധ്യമാകുന്നത്? ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞില്ല. കാരണം എന്താണ് നഗരസഭയിൽ മാലിന്യം കുന്നുകൂടുകയാണ്, കൊതുക് വരികയാണ്. അപ്പോൾ ഈ മാലിന്യം നീക്കുന്നതിന് പോലെ കൈയും കാലും ഒടിച്ചാൽ അത് കൊതുകിനെ മനസ്സിലാവില്ല എന്നാണ്. അല്ല, അതൊക്കെ ഞാൻ അതിനൊന്നും കമന്റ് പറയുന്നില്ല. ഇവിടെ നിലവിലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും പറയുന്നതിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓക്കെ, അത് അക്കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ ഈ ഇഷ്യൂസിനെ കോമഡിവൽക്കരിക്കുകയാണ്, അതിന് മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഈ കോൺക്ലേവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ വട്ടം ഭരണത്തിലേറിയ സമയത്ത് നമ്മളൊരു നയരേഖ തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഒരു വികസന കോൺക്ലേവ് ഫെബ്രുവരി മാസത്തോടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ നേതൃത്വത്തിൽ. അതിലെന്തെങ്കിലും തുടർ നടപടികളുണ്ട്? അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് അത് കഴിഞ്ഞപ്പോഴേക്കും തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ഈ വിഷയങ്ങളിൽ വേണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 19-ാം തീയതി ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുള്ള ഏത് ദിവസവും തിരുവനന്തപുരത്തുള്ള ദിവസം നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം സമയം അനുവദിക്കാമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ബഡ്ജറ്റ് കഴിഞ്ഞ ആ ദിവസം, ബഡ്ജറ്റിൻ്റെ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫിനെ അദ്ദേഹം അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ബന്ധപ്പെടാനുള്ള ഒരു കോൺടാക്ട് പോയിന്റ് ബഡ്ജറ്റ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്റ്റാഫുമായിട്ട് ഞാൻ സംസാരിച്ചു. നമ്മൾ ഏറെക്കുറെ പറഞ്ഞ ഡേറ്റ് തന്നെ അവർ സംഭവിച്ചു. ആ ഡേറ്റിൻ്റെ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബിജു പ്രഭാകരനോട് സംസാരിച്ചു, കെ മുരളീധരനോട് സംസാരിച്ചു. അങ്ങനെ പ്രോസസ് മുമ്പോട്ട് ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തു. ആ കോൺക്ലേവ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പൂർണ്ണ സമയം പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഡേറ്റ് പറയാം. ഒരു 1-2 മന്ത്രിമാരുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. CM-ന്റെ ടെൻഡേറ്റീവായിട്ടാണ് ഡേറ്റ്. എല്ലാ മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട്, കാര്യം ഞങ്ങളതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരൊറ്റ പ്ലാനായിരിക്കണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ മുതൽ കൗൺസിലർക്ക് വരെയുള്ള ഒറ്റ പ്ലാനായിരിക്കണം. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനെ കുറിച്ച് ഒരു പ്ലാനായിരിക്കും. ഇപ്പോൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ കോർപ്പറേഷൻ്റെ ഒരു പ്ലാനുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേറൊരു പ്ലാനാണ്, PWDക്ക് മറ്റൊരു പ്ലാനാണ്. അത് നടപ്പിലാക്കുമ്പോൾ പണം നമുക്ക് ചിലവാക്കും, പ്രശ്നം പരിഹരിക്കും.